അപ്പോൾ ഫൈബ്രോമയോളജി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമാസകലം വേദന എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നേ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ഫൈബ്രോമയോളജിയ എന്ന് പറയുന്ന ഒരു പിക്ചറിലേക്കാണ് നമ്മൾ ആദ്യമായി തന്നെ വരിക. അപ്പോൾ അന്ന് ആ രോഗി കണ്ടപ്പോൾ അത് കുറച്ചും കൂടിയും വേദന, അസഹ്യമായ വേദന ഉണ്ടെങ്കിൽ തന്നെ ആ രോഗിക്ക് മറ്റ് രീതിയിലുള്ള ഫൈബ്രോമയോളജി പിക്ചറിലേക്ക് ഉൾപ്പെടുന്ന രീതിയിലുള്ള സംഗതികൾ ഉണ്ടായിരുന്നില്ല. ഇനി അതല്ല, ഒരു ജെനറ്റിക് വ്യതിയാനങ്ങൾ മൂലം ഏകദേശം 40-45 വയസ്സിന് ശേഷം ഈ ബോൺ ലോസ് വളരെ പെട്ടെന്ന് ഉണ്ടായി ഈ -2.5 താഴെ ബോൺ മിനറൽ ഡെൻസിറ്റി വന്ന ഒരു അവസ്ഥ വരികയാണ്. ശക്തമായിട്ടുള്ളൊരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി പിന്നെ ചെയ്യാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബോണി കാൽഷ്യം ഫോസ്ഫേറ്റിനെയും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ശരീരാസകല വേദനകളുമായിട്ട് ഒരു 55 വയസ്സായിട്ടുള്ളൊരു സ്ത്രീ നമ്മുടെ ഒപ്പീനിയൻ വരികയുണ്ടായി. അപ്പോൾ ഫൈബ്രോമയോളജി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമാസകലം വേദന എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നേ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ഫൈബ്രോമയോളജിയ എന്ന് പറയുന്ന ഒരു പിക്ചറിലേക്കാണ് നമ്മൾ ആദ്യമായി തന്നെ വരിക. അപ്പോൾ അന്ന് ആ രോഗി കണ്ടപ്പോൾ അത് കുറച്ചും കൂടിയും വേദന, അസഹ്യമായ വേദന ഉണ്ടെങ്കിൽ തന്നെ ആ രോഗിക്ക് മറ്റ് രീതിയിലുള്ള ഫൈബ്രോമയോളജി പിക്ചറിലേക്ക് ഉൾപ്പെടുന്ന രീതിയിലുള്ള സംഗതികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ രോഗിയുടെ ഫ്യൂച്ചറിലേക്കുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് വേറൊരു രോഗാവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ ഡോക്ടർ രാകേഷ് അയ്യർ, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. അപ്പോൾ ആ രോഗിയെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ രോഗിക്ക് ശക്തമായ നടുവേദന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൈകാലിനൊക്കെ വേദന ഉണ്ടായിരുന്നു, മുട്ടുവേദന ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തോളലിനൊക്കെ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ വേദനകളുടെ എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ അതൊരു ഫൈബ്രോമയോളജിയ എന്ന് പറഞ്ഞ രീതിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടി വേദന ഉണ്ടെങ്കിൽ തന്നെ ആ ജീവിത രീതികളോടൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ആ ഒരു ഫൈബ്രോമയോളജിയുടെ പിക്ചറിലേക്ക് പോകുന്ന മറ്റ് ലക്ഷണങ്ങളൊന്നും ആ രോഗിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു റുട്ടീൻ ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് നമ്മൾ തൈറോയ്ഡൊക്കെ ചെക്ക് ചെയ്യും, ശരീരമാസകലമായിട്ട് വേദന വരുമ്പോൾ തൈറോയ്ഡ് ചെക്ക് ചെയ്യും, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് അത് രണ്ടും നെഗറ്റീവ് വരുന്നൊരവസ്ഥ വന്നു. അപ്പോഴാണ് നമ്മൾ ബാക്ക് പെയിൻ്റെ എക്സാമിനേഷൻ്റെ സമയത്ത് ഒരു പോയിന്റിൽ അതിശക്തമായിട്ടുള്ള ഒരു വേദന കണ്ടു. ഒരു ഒറ്റ സിംഗിൾ പോയിന്റിൽ നമ്മൾ എക്സാമിനേഷൻ സമയത്ത് ശക്തമായിട്ടുള്ള ഒരു വേദന. ആ വേദന സംശയം തോന്നിയ സമയത്ത് നമ്മളത് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ആ ബാക്കിൽ ആ കശേരുവിൽ മാത്രം നടുവിനെ ഒരു ഫ്രാക്ചർ സംഭവിച്ചിട്ട് അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നൊരവസ്ഥ. അപ്പോൾ ആ രോഗി പോലും അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ബാക്ക് പെയിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ശക്തമായിട്ടുള്ള വേദനയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഞാൻ അവിടെ പരിശോധിക്കുമ്പോൾ മാത്രമാണ് ആ രോഗിക്ക് ആ ശക്തമായ വേദന ഉണ്ടായിരുന്നത്. അതല്ലാതെ നടുവേദന ഒരു പ്രൈമറി കംപ്ലൈൻ്റ് ആയിട്ട് ആ രോഗി പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അസ്ഥിക്ഷയം അഥവാ ഓസ്റ്റിയോപോറോസിസ്. ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യമായി ഓസ്റ്റിയോപോറോസിസിനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ബോൺ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ബോൺ എന്ന് പറയുന്നത് രണ്ടുമുണ്ട്. കാൽഷ്യം ഫോസ്ഫേറ്റ് പോലെയുള്ള മിനറൽസ് ഉണ്ട്, നമ്മൾ കഴിക്കുന്ന കാൽഷ്യം ഫോസ്ഫേറ്റ് തമ്മിലുള്ള മിനറൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്നറിയപ്പെടുന്ന നമ്മുടെ ബോണിൻ്റെ സെൽസും ഉണ്ട്. ആ സെൽസിൻ്റെ അവരൊരു മാട്രിക്സ്, കൂട്ടം കൂടി ഒരു മാട്രിക്സ് ഉണ്ടാക്കി അതിലേക്ക് കാൽഷ്യം ഫോസ്ഫേറ്റിൻ്റെ ക്രിസ്റ്റൽസ് വന്ന് അക്യുമുലേറ്റ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്തിട്ടാണ് ഒരു ബോൺ ക്രിയേറ്റ് ചെയ്യുന്നത്. വന്ന കാൽഷ്യം ഫോസ്ഫേറ്റ് ആ ബോണിൽ തന്നെ നിലനിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ചെയ്യുന്നത് ഈ ബോണിൽ നിന്നാണ്. കാൽഷ്യത്തിൻ്റെ അളവ് അനുസരിച്ച് കൂടി കഴിഞ്ഞാൽ കാൽസിറ്റോണിൻ ഹോർമോണിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആ കാൽഷ്യം ഫോസ്ഫേറ്റ് തിരിച്ചു വരുന്നു. ബിസ്ഫോസ്ഫോണേറ്റ് എന്ന് പറയുന്ന ഹോർമോണിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ കാൽഷ്യം ബോണിൽ നിന്ന് തിരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ഇതനുസരിച്ചിട്ട് ഒരു ബാലൻസാണ് ഈ കാൽഷ്യത്തിൻ്റെ ഒരു ബാലൻസ് നടക്കുന്ന ഒരു കാൽഷ്യത്തിൻ്റെ ഒരു ഡെപ്പോസിറ്റ് കൂടിയാണ് നമുക്ക് ബോൺ. അപ്പോൾ എന്തുകൊണ്ട് ഈ അസ്ഥിക്ഷയം ഉണ്ടാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാൽഷ്യം ഫോസ്ഫേറ്റ് ക്രിസ്റ്റൽസ് നമ്മുടെ ബോണിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെടുന്ന എല്ലാ അവസ്ഥയും ഓസ്റ്റിയോപോറോസിസിലേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. നമ്മുടെ ഓസ്റ്റിയോപോറോസിസ് സംശയിക്കുന്ന രോഗികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മെനോപോസ്, അതായത് പീരീഡ്സ് നിന്ന സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അവരിൽ മാത്രം എന്നൊന്നുമില്ല, സെക്കൻഡറി ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാം. അതായത് പാജസ് ഡിസീസ് പോലെയുള്ള ജനറ്റിക് ഡിസീസസിൻ്റെ ഭാഗമായിട്ട് ഈ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകും. പക്ഷേ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകളിലാണ്. അത് കഴിഞ്ഞ് ആ പ്രായത്തുനിന്ന് പുരുഷന്മാരിലും കണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കൂടുതലായിട്ട് കാണുന്നത് 80% കൊണ്ടുവരുന്നത് ഈ പറയുന്ന സ്ത്രീകളിലാണ്.
അപ്പോൾ അവരുടെ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കൂടുതലായിട്ട് വേദനയൊക്കെ നമുക്ക് സംശയിക്കുകയാണെങ്കിൽ ഡെക്സാ സ്കാൻ പോലെയുള്ള മിനറൽ സ്കാനുകളുണ്ട്. ആ മിനറൽ സ്കാനിൽ നമ്മുടെ ഇടുപ്പെല്ലിൻ്റെ മീൻസ് ഫീമർ എല്ലിൻ്റെയും അതുപോലെ പിൻഭാഗത്തെ എല്ലിൻ്റെ കശേരിക്കുകളുടെയും ഒക്കെ സ്കാനിങ് ചെയ്തുകൊണ്ട് ആ സ്കാനിങ്ങിൻ്റെ സ്കോറിങ് ചെയ്യും. ആ സ്കോറിങ് -2.5 താഴെ വരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളതിനെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഓസ്റ്റിയോപോറോസിസ് എന്ന് വന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു. അത് ഫ്രാക്ചർ വന്നാൽ മാത്രമാണ് ഒരു വേദന. അതായത് നമുക്ക് കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ശക്തിപ്പെടുത്താൻ ബാക്കിയൊന്നുമില്ല. ബാക്കി അവിടെ നമ്മുടെ സെല്ലുകൾ മാത്രമേ ഉള്ളൂ. സെല്ലുകൾ മാത്രം ഉണ്ടാകുന്ന അവസ്ഥയിൽ നമുക്ക് ആ ശരീരത്തിന് മുഴുവൻ വെയിറ്റ് ആ ബോണിനെ താങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അസ്ഥിക്ക് താങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഫ്രാക്ചറിന് കാരണമാകുന്നു. അതായത് നമുക്കിപ്പോൾ ഫീമറിൻ്റെ ഫ്രാക്ചേഴ്സ് ഉണ്ടാകുന്നു, നമ്മുടെ പിന്നിലെ കശേരുക്കൾക്ക് ഫ്രാക്ചർ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ എന്തായാലും എന്താ പറയുക, അതിനോടനുബന്ധിച്ച് വേദന എന്തായാലും ഉണ്ടാകും. പക്ഷേ ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അതേ അവസ്ഥ മൂലം ഫ്രാക്ചർ ഉണ്ടാവാതെ തന്നെ പെയിൻഫുൾ ആയിരിക്കാം. അതാണ് ഈ അടുത്ത് 2-3 വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഓസ്റ്റിയോപോറോസിസ് വഴിയായിട്ട് നമ്മുടെ ബാക്കിലുള്ള കശേരുക്കൾക്ക് ഫ്രാക്ചർ ഉണ്ടാവും, അതുമൂലം പെയിൻ ഉണ്ടാവും. അത് ഫ്രാക്ചർ ആയില്ലെങ്കിലും ബോണിൻ്റെ അളവ് കുറഞ്ഞാൽ തന്നെ അവിടുത്തെ വേദനയെ അതായത് കശേരുക്കളിലുള്ളിലെ വേദന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഞരമ്പുകളിലൂടെ വേദന ഉള്ളിലേക്ക് വരികയും ശരീരത്തിലേക്ക് വരികയും നല്ല ശക്തമായിട്ടുള്ള വേദന ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ, എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഫ്രാക്ചർ ഉണ്ടാവണം യാതൊരുവിധ നിർബന്ധമില്ല. അതുപോലെ തന്നെ ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കുമ്പോൾ ഡെക്സാ സ്കാൻ ഒഴികെയുള്ള ബാക്കി എല്ലാ ടെസ്റ്റുകളും നോർമൽ, എക്സ്റേ നോർമൽ, MRI നോർമൽ. ഫൈബ്രോമയാൾജിയ പിക്ചർ നമ്മുടെ നേരത്തെ പറഞ്ഞ് ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ആ ചാർട്ടിലും ഫില്ലാവുന്നില്ല. ആർത്രൈറ്റിസിൻ്റെ പ്രോബ്ലംസും ഇല്ല. അപ്പോൾ ഈ അസ്ഥിക്ഷയം എന്ന് പറയുന്ന ഒരേ ഒരു വിഷയം കൊണ്ട് തന്നെ രോഗിക്ക് ശക്തമായിട്ടുള്ള വേദന ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കൂടുതലായിട്ടും ഈ മധ്യവയസ്ക് കഴിഞ്ഞ അല്ലെങ്കിൽ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളിൽ വേറെ ലാബ് ടെസ്റ്റുകളൊക്കെ നെഗറ്റീവായി ഡെക്സാ സ്കാൻ -2.5 താഴെ വരുന്ന നട്ടെല്ലിനുള്ള വേദന അല്ലെങ്കിൽ കാലിനുള്ള വേദന അല്ലെങ്കിൽ ശരീരാസകനുള്ള വേദനയാണ് കോമൺ ആയിട്ട് ഈ ഓസ്റ്റിയോപോറോസിസ് അസ്ഥിക്ഷയം എന്ന രീതിയിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പ്രിവെൻറ്റ് ചെയ്യുന്നത് നമുക്ക് അവിടുത്തെ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 30 വയസ്സിന് മുമ്പാണ് നമ്മളൊരു ബോണിൻ്റെ മുഴുവനായിട്ടുള്ള സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് 30 വയസ്സിന് മുമ്പ് ആ ബോൺ ഫോർമേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ കറക്റ്റ് എമൗണ്ടിലുള്ള കാൽഷ്യം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടാവണം. ഏകദേശം 1000 മുതൽ 1200 മില്ലിഗ്രാം വരെ കാൽഷ്യത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അത് എപ്പോൾ തുടങ്ങണം? അത് ചെറുപ്പം മുതലേ ഉള്ള ഭക്ഷണത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് ഉൾപ്പെടുന്ന രീതിയിൽ മുട്ടയും പാലും എന്നുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ കാൽഷ്യത്തിൻ്റെ അളവ് ചെറുപ്പം മുതലേ ഉൾപ്പെടുത്തി കൊണ്ടുവരണം. ചെറുപ്പം മുതലേ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുമ്പോൾ ഒരു 30 വയസ്സിനുള്ളിൽ ഈ കംപ്ലീറ്റ്ലി ഈ ബോണി ഡെപ്പോസിഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ശക്തമായിട്ടുള്ള ഒരു ബോണി ഫ്രീ വർക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഏകദേശം ഓരോ 10 വർഷത്തിനിടയിൽ ഒരു 10% ബോൺ ലോസ് ഉണ്ടാവും. അത് മെനോപോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു 15-20% വളരെ പെട്ടെന്ന് ബോൺ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്തേക്കൊക്കെ ഉള്ള അത്രയും നല്ലൊരു ബോണി ഡെപ്പോസിറ്റ് നമ്മൾ 30 വയസ്സിന് മുമ്പ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ആവശ്യകത ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള സാധിച്ചില്ല, ഇനി അതല്ല ഒരു ജെനറ്റിക് വ്യതിയാനങ്ങൾ മൂലം ഏകദേശം 40-45 വയസ്സിന് ശേഷം ഈ ബോൺ ലോസ് വളരെ പെട്ടെന്ന് ഉണ്ടായി ഈ -2.5 താഴെ ബോൺ മിനറൽ ഡെൻസിറ്റി വന്ന ഒരു അവസ്ഥ വരികയാണ്, ശക്തമായിട്ടുള്ളൊരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി പിന്നെ ചെയ്യാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബോണി കാൽഷ്യം ഫോസ്ഫേറ്റിനെയും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ തിരിച്ചു കൊണ്ടുവരാൻ വൈറ്റമിൻ ഡിയും കാൽഷ്യവും മാത്രം കഴിച്ചാൽ മതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞൊരു രോഗാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ പൂർണ്ണാവസ്ഥയിലേക്ക് കാൽഷ്യം വൈറ്റമിൻ ഡി കഴിച്ചത് കൊണ്ടും മാത്രം തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. കാൽഷ്യം വൈറ്റമിൻ ഡി നല്ല രീതിയിലുള്ള സപ്ലിമെൻറ്റേഷൻ 1500 മില്ലിഗ്രാം വരെയുള്ള സപ്ലിമെൻറ്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ബിസ്ഫോസ്ഫോണേറ്റ്സും നമുക്കതുപോലെ തന്നെ ഇഞ്ചക്റ്റബിൾ ആയിട്ടുള്ള മെഡിക്കേഷൻസ് അവൈലബിൾ ആണ്, ബിസ്ഫോസ്ഫോണേറ്റ്സ് അവൈലബിൾ ആണ്, കാൽസിറ്റോണിൻ അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള തെറാപ്പിയുള്ള മെഡിക്കേഷൻസ് അവൈലബിൾ ആണ്. ആ മെഡിക്കേഷൻസ് അവൈലബിൾ ആയിട്ടുള്ള തെറാപ്പിയുടെ സഹായത്തോട് കൂടിയിട്ട് ഒന്നുകിൽ ബോണിൻ്റെ ലോസ് ഇനി നഷ്ടമാകുന്ന ഒരു അവസ്ഥ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാൽഷ്യവും കാൽഷ്യം ഫോസ്ഫേറ്റ് ബോണിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെഡിക്കേഷൻസും ഇഞ്ചക്ഷൻസും നമുക്കതിൽ ഉൾപ്പെടുത്തണം.
അപ്പോൾ നമ്മുടെ ബോൺ ഈ -2.5 നിന്ന് ഏകദേശം 1 വർഷം 2 വർഷം സമയത്തോട് കൂടിയിട്ട് അത് കയറി വന്ന് ഒരു -0.5 എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ 1 എത്തി ബോണിന് ശക്തി കൂടുന്നൊരവസ്ഥ വരുമ്പോൾ ഈ ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ വേദനയ്ക്കൊക്കെ നല്ല രീതിയിൽ അത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 1-2 മാസം കൊണ്ട് തന്നെ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന 1-2 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി പെയിൻ ഫ്രീ ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒരു ഫ്രാക്ചർ ഉണ്ടാകാനുള്ള റിസ്ക് കംപ്ലീറ്റ്ലി 0ലേക്ക് മാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാൽഷ്യം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ മാത്രം പോരാ, ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം വേണം. ഇനി നേരത്തെ പറഞ്ഞ രോഗിയിലേക്ക് ഞാൻ തിരിച്ചു വരാം. ആ രോഗിക്ക് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് വന്നു, ഡെക്സാ സ്കാൻ എടുത്ത് നോക്കി -4 ഉണ്ടായിരുന്നത്. -4 നിന്ന് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ് ആ രോഗിക്ക് വീണ്ടും ആ 0ലേക്ക് എത്തണം. മൈനസിൽ നിന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ 0ലേക്കെങ്കിലും എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ നല്ലൊരു എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ ബോണ് ഇനി നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ അതിലും ഒരു 5-6 മാസം കൊണ്ട് കുറച്ച് റെസ്പോൺസ് വന്നു, പക്ഷേ -3 തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വേറൊരു ഇഞ്ചക്ഷൻ കൂടി അതിൽ ആഡ് ചെയ്തു, 6 മന്തിൽ ഒരു ഇഞ്ചക്ഷൻ ആഡ് ചെയ്തു. ആ ആഡ് ചെയ്തതിന് ഭാഗമായിട്ട് ബോൺ മിനറൽ ഡെൻസിറ്റി വളരെയധികം കൂടി ആ രോഗി പിന്നീട് വേദന നല്ല രീതിയിൽ കുറഞ്ഞു. എന്നിരുന്നാലും എന്താ പറയുക, ആ ഫ്രാക്ചർ ചെയ്ത ആ ഭാഗത്ത് സ്ഥിരമായിട്ടുള്ള വേദന കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കുന്നില്ല, ആ ഫ്രാക്ചർ നടുകിനാണ്. ആ കശേരു ഒരു വട്ടത്തിലുള്ള ഒരു കശേരു ആണെങ്കിൽ അതിൻ്റെ നടുക്ക് 2 കഷ്ണമായിട്ടുള്ള രീതിയിലാണ് ആ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ രോഗി നടക്കുമ്പോഴും കുനിയുമ്പോഴും ഒക്കെ ആ ജോയിൻ്റ്, അതായത് അപ്പുറത്തിപ്പുറത്തുള്ള ഡിസ്ക്കുള്ള ജോയിൻറ്റുകൾ മൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ കശേരുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് മൂലം രോഗിക്ക് ശക്തമായിട്ടുള്ള വേദന ഉണ്ടായി. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കൂടി കണ്ടെത്തണം. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്ത് മാറ്റിയെങ്കിലും ആ വേദന അവിടെ മാറാത്തത് കൊണ്ട് രോഗി അത്ര ഹാപ്പി ആയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ 2 എന്താ പറയുക ഫ്രാക്ചറായി 2ആയി പിളർന്നു പോയ നമ്മൾ ആ ഭാഗത്തെ നമ്മൾ അതെന്ത് ചെയ്തു, വെർട്ടിബ്രോപ്ലാസ്റ്റി, കൈഫോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇൻ്റർവെൻഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പെയിൻ ഫിസിഷ്യൻ ചെയ്യുന്ന ഒരു അഡ്വാൻസ്ഡ് മൊഡ്യൂളായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു നീഡിൽ പ്ലേസ് ചെയ്ത് ആ കശേരുവിൻ്റെ ഇടയിൽ ഈ 2 ജോയിൻറ്റിൻ്റെ ഇടയിൽ ബോൺ സിമെൻറ്റ് പ്ലേസ് ചെയ്യുകയും 2 കശേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിക്കപ്പെടുകയും അവിടെയുള്ളൊരു മൂവ്മെൻറ്റ് ഒഴിവാകുന്നത് വഴിയായിട്ട് പ്രൊസീജിയർ ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ തന്നെ പേഷ്യൻറ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പെയിൻ റിലീഫ് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഓവറോൾ ആ പേഷ്യൻറ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്തെടുത്തു. അതോടൊപ്പം തന്നെ ഓസ്റ്റിയോപോറോസിസ് മാറി, ഫ്രാക്ചർ മാറി. എന്നാലും അപ്പുറത്തും ഇപ്പുറത്തുള്ള മാംസപേശികളുടെ വേദനയും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി ആ പേഷ്യൻ്റ് ഒരു ഏകദേശം 2-3 മാസത്തോളം കംപ്ലീറ്റ്ലി റീഹാബിലിറ്റേഷൻ വിത്ത് ഫിസിയോതെറാപ്പി ചെയ്തു. ഇപ്പോൾ ആ പേഷ്യൻ്റ് വളരെ ഹാപ്പിയാണ്, നമ്മൾ കോണ്ടാക്റ്റിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന രോഗം നമ്മൾ പലപ്പോഴും ഒരു ഈ തൈറോയ്ഡ് പോലെയൊക്കെയുള്ള ഒരു അസുഖമാണ്, ശരിയാണ്, അസുഖം തന്നെയാണ്. പക്ഷേ ഈ ഫ്രാക്ചർ മൂലമൊക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു രോഗാവസ്ഥ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കറക്റ്റായിട്ടുള്ള സമയത്ത് നമുക്ക് ഫാർമക്കോതെറാപ്പി ആയാലും ഇൻ്റർവെൻഷൻസ് ആയാലും നമുക്ക് കറക്റ്റായിട്ടുള്ള സമയത്ത് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലേക്ക് പേഷ്യൻറ്റിനെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓസ്റ്റിയോപോറോസിസിനെ പറ്റി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വേദന സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്ക് താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.